ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ടുള്ള ബിസ്ക്കറ്റ്സ് ഒക്കെ നമ്മൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തണുത്ത് പോകാറുണ്ട് അല്ലേ. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്, ആ തണുത്ത് പോകാറുണ്ട്, ആ ഒരു ക്രിസ്പിനെസ് പോകാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തണുത്ത് പോയിട്ടുള്ള ബിസ്ക്കറ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതോട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ഇതുപോലെ ഇനി തണുത്തിട്ടുള്ള ബിസ്ക്കറ്റ്, ഈ ഒരു ബിസ്ക്കറ്റ് നല്ല ഏത് ടൈപ്പ് ബിസ്ക്കറ്റ് ആയാലും തണുത്ത് പോയിട്ടുള്ള ബിസ്ക്കറ്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണ് അല്ലേ. ഫ്രിഡ്ജിൽ വെക്കുന്ന ടിപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് വെച്ചതിന് ശേഷം അത്യാവശ്യം ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടതിന് ശേഷം ഒരു മീഡിയം ലെവലൊക്കെ ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചൂടായി കിട്ടും. അപ്പോൾ ചൂടായിട്ടുണ്ടെങ്കിൽ ആ ഒരു തണുത്ത ബിസ്ക്കറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഈ മാരിഗോൾഡ് ആയാലും ഏത് ടൈപ്പ് ബിസ്ക്കറ്റ് ആയാലും ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്രിസ്പിനെസ് നിങ്ങൾക്ക് വീണ്ടും കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് ചൂടാക്കി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു മനസ്സിലാവും. ഒരുപാട് ചൂടാവരുത്, പിന്നെ ബിസ്ക്കറ്റ് കരിഞ്ഞു പോകും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ലെവലിൽ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിസ്ക്കറ്റ് തണുത്തതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ബിസ്ക്കറ്റ് സൂക്ഷിക്കുന്ന സമയത്ത് എപ്പോഴും ഇതുപോലെ നന്നായി കവറുകൾ അടച്ച് ഒരു റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം ഒന്നുകിൽ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ നമ്മളൊരു കണ്ടെയ്നറിലോ ഇട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബിസ്ക്കറ്റ് ഇടുന്ന പാത്രത്തിൽ, അഥവാ നമ്മൾ ബിസ്ക്കറ്റ് ഏത് കണ്ടെയ്നറിലാണോ സൂക്ഷിക്കുന്നത് അതിലേക്ക് ഒരല്പം അരിമണി ഇട്ട് കൊടുക്കുന്നതും നന്നായിരിക്കും കേട്ടോ. ഒരല്പം അരിമണി ഇട്ട് കൊടുക്കുന്നതും, നമ്മൾ ഇതുപോലെ ബേക്കറികളൊക്കെ സൂക്ഷിക്കുന്ന പാത്രങ്ങളിൽ കുറച്ച് അരിമണി ഇട്ട് കൊടുക്കുന്നതൊക്കെ നമുക്ക് കൂടുതലും ഈ തണുക്കാതിരിക്കാൻ സഹായിക്കും. പിന്നെ അതുപോലെ മറ്റൊരു ടിപ്പ് പറയുന്നത് ഒരു കിഴി കെട്ടി കൊടുക്കുന്നതാണ് കേട്ടോ. ഒരു ടിഷ്യൂവോ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പേപ്പർ എടുത്തതിന് ശേഷം നമുക്ക് അതിൽ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കല്ലുപ്പ് ബേക്കറി തണുക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇതുപോലെ ഒരു കിഴി കെട്ടിയെടുക്കുക. അപ്പോൾ ഇത് ടിഷ്യൂവിൽ തന്നെ വേണമെന്നില്ല കേട്ടോ. ടിഷ്യൂവിലല്ലാതെ നമ്മളൊരു കോട്ടൺ തുണിയിലൊക്കെ ഇട്ട് കൊടുത്താലും മതി. നമ്മളൊരു ബേക്കറി ഇടുന്ന പാത്രത്തിൽ ഇതുപോലെ ഒരു കിഴി കെട്ടി കൊടുക്കുകയാണെങ്കിൽ ബേക്കറി കുറേ നാൾ ആ ഒരു ക്രിസ്മസ് പോവാതെ തണുക്കാതെ ഇരിക്കും. അപ്പോൾ വേണമെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയിലൊക്കെ ഇതുപോലെ കുറച്ച് കല്ലുപ്പ് എടുത്തതിന് ശേഷം നമുക്ക് അത്യാവശ്യം നന്നായി ഒന്ന് കിഴി കെട്ടിയതിന് ശേഷം ആ പാത്രത്തിൽ നമ്മൾ ഇടുകയാണ്. അതായത് നമ്മൾ ഏത് കണ്ടെയ്നറിലാണ് സൂക്ഷിക്കുന്നത് ആ കണ്ടെയ്നറിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ഒരു ക്രിസ്പിനെസ്, നമ്മുടെ ആ ബേക്കറിയുടെ ആ ക്രിസ്പിനെസ്, ഏതുതരം ബേക്കറി ആയിക്കോട്ടെ, നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ക്രിസ്പിനെസ്സും അതുപോലെ തന്നെ തണുക്കാതിരിക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.